ഹൗ ഫാർ ആൻഡ് ഹൗ ലോങ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഹൗ ലോങ് ഈസ് എബൌട്ട് ടൈം. ഹൗ ഫാർ ഈസ് എബൌട്ട് ഡിസ്റ്റൻസ്. ഹൗ ഫാർ ഉപയോഗിക്കുന്നത് ഡിസ്റ്റൻസിനെ കാണിക്കുമ്പോഴാണ്, ഡിസ്റ്റൻസിനെ പറ്റി പറയുമ്പോഴാണ്. ഹൗ ലോങ് ഉപയോഗിക്കുന്നത് ടൈമിനെ പറ്റി പറയുമ്പോഴാണ്. ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ദ ബീച്ച്. എത്ര ദൂരം ബീച്ചിലേക്ക് ഉണ്ട്. ഇറ്റ്സ് എബൌട്ട് 2 കിലോമീറ്റേഴ്സ് എന്ന് പറയാം, അതല്ലെങ്കിൽ ഇറ്റ്സ് എബൌട്ട് 3 കിലോമീറ്റേഴ്സ് എന്ന് പറയാം. ഇങ്ങനെയൊക്കെയുള്ള ആൻസേഴ്സ് നമുക്ക് പറയാം. ഹൗ ഫാർ ഈസ് ദ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ്. ഏറ്റവും അടുത്ത ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം എത്രയാണ്? ഹൗ ഫാർ ക്യാൻ യു റൺ. എത്ര ദൂരം നിങ്ങൾക്ക് ഓടാൻ കഴിയും? ഹൗ ഫാർ ഈസ് ഇറ്റ് ഫ്രം മുംബൈ ടു പൂനെ. മുംബൈയിൽ നിന്ന് പൂനെയിലേക്ക് എത്ര ദൂരമുണ്ട്? ഇവിടെയൊക്കെ ഹൗ ഫാർ എന്നുപയോഗിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസിനെ കാണിക്കുന്നതിനാണ്. ഇനി ഹൗ ലോങ് ആണെങ്കിൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്? സാധാരണ ടൈമിനെ പറ്റി പറയുമ്പോൾ. അത് ചിലപ്പോൾ മിനിറ്റ്സ് ആകാം, അവേഴ്സ് ആകാം, ഡേയ്സ് ആകാം, മന്ത്സ് ആകാം, ഇയേഴ്സ് ആകാം. ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം. ഹൗ ലോങ് വിൽ യു സ്റ്റേ ഇൻ ഡൽഹി. എത്ര നാൾ നിങ്ങൾ ഡൽഹിയിൽ താമസിക്കും? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഗെറ്റ് ടു ദ എയർപോർട്ട്. എയർപോർട്ടിലേക്ക് എത്താൻ എത്ര സമയമെടുക്കും? ഹൗ ലോങ് ഹാവ് യു ബീൻ ലേണിംഗ് ഹിന്ദി. എത്ര നാളായി നിങ്ങൾ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നു? ഹൗ ലോങ് ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ടും ടൈമിനെ കാണിക്കുന്നതിനാണ്. പക്ഷേ ഫിസിക്കൽ മെഷർമെൻറ്റിൻ്റെ കാര്യത്തിലും ഹൗ ലോങ് ഉപയോഗിക്കാം. ഒരു ടേബിളിൻ്റെ നീളം എത്രയാണ്? ഒരു ഫിസിക്കൽ മെഷർമെൻ്റാണ്. അത് മെഷർ ചെയ്തിട്ട് എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്, അതല്ലെങ്കിൽ എത്ര മീറ്റർ ഉണ്ട് എന്നൊക്കെ പറയുന്നതിനും നമുക്ക് ഹൗ ലോങ് എന്ന് ഉപയോഗിക്കാം. ഹൗ ലോങ് ഈസ് ദ റോപ്പ്. ആ റോപ്പിന് എത്ര നീളമുണ്ട്? അപ്പോൾ നമ്മളത് അളന്നിട്ട് എത്ര നീളമുണ്ട് എന്ന് പറയണം. ഹൗ ലോങ് ഈസ് ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ചൈനയുടെ വൻമതിലിന് എത്ര നീളമുണ്ട്? അടുത്ത ഒരു സെൻറ്റൻസ് നോക്കൂ. ഹൗ ലോങ് ഈസ് ദ ബ്രിഡ്ജ് ആൻഡ് ഹൗ ഫാർ ഈസ് ഇറ്റ് ഫ്രം ഹിയർ. ഹൗ ലോങ് ഈസ് ദ ബ്രിഡ്ജ് എന്ന് ചോദിക്കുമ്പോൾ ബ്രിഡ്ജിന് എത്ര നീളം ഉണ്ട്. അപ്പോൾ അവിടെ ലെങ്ത്ത്, ഫിസിക്കൽ ആയിട്ടുള്ള ഒരു മെഷർമെൻ്റാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹൗ ലോങ് ഈസ് ദ ബ്രിഡ്ജ് ആൻഡ് ഹൗ ഫാർ ഈസ് ഇറ്റ് ഫ്രം ഹിയർ. അത് ഇവിടെ നിന്ന് എത്ര ദൂരത്തിലാണ്, ആ ബ്രിഡ്ജ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ഹൗ ഫാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ദർ. എത്ര സമയം എടുക്കും അവിടെ എത്താൻ എന്നാണ് അടുത്ത സെൻറ്റൻസിൻ്റെ മീനിങ്. ഹൗ ലോങ് എന്ന് പറയുമ്പോൾ അവിടെ ടൈം ആണ് ഉദ്ദേശിക്കുന്നത്. ഹൗ ലോങ് ഈസ് ദ ബ്രിഡ്ജ് എന്ന് ചോദിക്കുമ്പോൾ ലെങ്ത് ആണെങ്കിൽ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ദർ എന്ന സെൻറ്റൻസിൽ ടൈം ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി 2 ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ എഴുതണം. ബ്ലാങ്ക് ഈസ് ദ ടേബിൾ. ഇത് ഫിസിക്കൽ മെഷർമെൻ്റാണ്. അപ്പോൾ എന്താ അവിടെ വേണ്ടത്? നെക്സ്റ്റ് സെൻറ്റൻസ്, ബ്ലാങ്ക് ഈസ് ദ ടേബിൾ ഫ്രം ഹിയർ. ആ ടേബിൾ ഇവിടെ നിന്ന് എത്ര ദൂരത്തിലാണ് എന്നാണ്. അപ്പോൾ 2 ആൻസേഴ്സും കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക. താങ്ക് യു.